അടുത്തേക്ക് വരരുത്. വേഗം അവരെ വിട്ടോളൂ. അത് ശരി, ഇത്തിരി പോന്ന നിന്നെയും ഞാൻ പേടിക്കാം. നിക്കടാ അവിടെ. ആഹാ, പറഞ്ഞാ കേക്കില്ലേ? ഇന്ന പിടിച്ചോ. അയ്യോ 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 അയ്യോ. വേഗം വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആപത്താ. അയ്യോ, എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അതിനെ പിടിക്കാൻ പോവണ്ടാന്ന്. പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ആപത്ത് വരുമെന്ന്. അയ്യോ. ഓ, പറഞ്ഞിട്ട് കാര്യമില്ല, വരേണ്ട വന്നു. ഇനി ഈ മുള്ളുകൾ വലിച്ചെടുത്തേക്കാം. അയ്യോ അയ്യോ അയ്യോ. ആശ്വാസമായി, രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ. അയ്യോ. വാ, നമുക്ക് പോവാം. എന്തായാലും അവന്റെ മുള്ള് ഭയങ്കര വിഷമയമാണ്. ശരിയാ, അവന്റെ കഴിവ് അപാരം തന്നെ. മുള്ളം പന്നിയുടെ ഏറ്റവും വലിയ കഴിവാണത്. അതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന അതിന്റെ ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളുകൾ ശത്രുവിന് നേരെ തൊടുത്തുവിടാനുള്ള കഴിവുണ്ട്. ഹോ, അത്ഭുതം തന്നെ. മുള്ളം പന്നിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞു തരാം. മുള്ളം പന്നികൾ സ്വയം ഉണ്ടാക്കുന്ന കുഴികളിലാണ് വസിക്കുന്നത്. അവയ്ക്ക് നന്നായി വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നതാണ്. കൂടാതെ അവയുടെ ശരീരത്തിൽ 30,000-ഓളം മുള്ളുകളുണ്ട്. ഈ മുള്ളുകളുടെയൊക്കെ അകം പൊള്ളയാണ്. അല്ല, ഞാൻ ചിന്തിക്കുകയാ, ദൈവം അത്തരം കഴിവുകൾ നമുക്ക് തന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടാതെ. പ്രകൃതി ഓരോ ജീവികൾക്കും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കും. നിങ്ങളെ നിന്ന് പുരാണം പറഞ്ഞോളൂ, ഞാൻ വിശന്ന് ചാവുകയാ. വിട്ടു വാ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് അരിച്ച് പെറുക്കാം. വല്ലതും കിട്ടാതിരിക്കില്ല. ശരി ശരി, വാ. എന്താണ് പേടിച്ചു വിറച്ചുകൊണ്ട്? അതെ, പുഴക്കരയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു ചെന്നായ എൻ്റെ പിറകെ ഓടി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അതും നമ്മുടെ കിണ്ടന്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണം. ഞാൻ മുള്ളു തൊടുത്ത് വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ. ഈ കാട്ടിൽ പല ക്രൂരന്മാരായ മൃഗങ്ങളുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു മാത്രം കാട്ടിനുള്ളിലേക്ക് പോവുക. ശരി ജ്ഞാനിച്ചേട്ടാ. ആ, ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങൂ. നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. മഴയൊക്കെ പോയിരിക്കുന്നു. ഇന്ന് നമുക്ക് കാട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടുവരാം. ശരിയാ, വഴിയിലെ ചതുപ്പിൽ നിന്ന് നല്ല മീനുകളെയും കഴിക്കാം. വരൂ, സമയം വൈകിക്കണ്ട, വേഗം പോവാം. എന്നാ ശരി.
അത് കണ്ടോ? അതൊരു മുതലയല്ലേ? ഇതിനെന്താ ഇത്ര അത്ഭുതം? ഇവനിത് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അവൻ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങൾക്ക് മുതലകളുടെ ജീവിത രീതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് അവൾ കരയിൽ മുട്ടയിടാൻ വന്നതാ. മുതലകൾ നദിക്കരയിലെ പൂഴിയിലാണ് മുട്ടയിടാറ്. പിന്നീട് അവർ സ്വയം മുട്ടയുടെ മുകളിൽ പൂഴിയെടുത്ത് മൂടുന്നു. പിന്നെ അവ തിരിച്ചു വെള്ളത്തിലേക്ക് പോകുന്നു. കൂടാതെ കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന മുതലകളും ചീങ്കണ്ണികളും ഒരേ വർഗത്തിൽപ്പെടുന്നു. മുതലകളുടെ വാലുകളാണ് അവരെ വെള്ളത്തിന് മുകളിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. കൂടാതെ രാത്രിയിലും പകലും കാഴ്ചശക്തിയുള്ള ജീവികളാണ് മുതലകൾ. രാത്രിയിൽ അതിൻ്റെ കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ പ്രതിഫലിക്കുന്നു. ഓ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മുതലകൾ വലിയ അക്രമകാരികളല്ലേ? ശരിയാണ്, അവ വളരെ അക്രമകാരികളാണ്. ഈ മുതലകളുടെ പൂർവികർ ദിനോസറിൻ്റെ കാലത്തുണ്ട്. മറ്റൊരു പ്രധാന കാര്യം അതിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് മുട്ടകൾക്ക് ലഭിക്കുന്ന ഊഷ്മാവിനെ ആശ്രയിച്ചിരിക്കും. അതുപ്രകാരം ഒരേ സമയം ഒരു ഗ്രൂപ്പ് മുട്ടയിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ പെണ്ണോ അല്ലെങ്കിൽ ആണോ ആയിരിക്കും. അത്ഭുതം തന്നെ. ജ്ഞാനിച്ചേട്ടന്റെ അറിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന് വലിയ അറിവ് വേണമെന്നൊന്നുമില്ല. എനിക്ക് വയസ്സ് കുറച്ചായില്ലേ. പിന്നെ ഞാൻ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. എന്തായാലും മുതലകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ ഇവിടെ കുറേ സമയമായില്ലേ. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. അല്ല, നമ്മുടെ പേടക്കഴുകനല്ലേ ആ പറന്നു വരുന്നത്? നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത്? 2 ദിവസമായി കാടരിച്ചു പെറുക്കിയിട്ടും ഒന്നും കാര്യമായി കഴിക്കാൻ കിട്ടിയില്ല. എന്റെ പേടേ, ഇപ്പോൾ കാട്ടിൽ ഒരു മാനിനെ പോലും കാണാൻ കഴിയുന്നില്ല. ശരിയാ, ഇനി ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. നിങ്ങൾ വിഷമിക്കാതെ, ഞാൻ കുറച്ച് മുയലുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. പക്ഷേ പാതി എനിക്ക് തരണം. അതിനെന്താ വിഷമം? എവിടെയാണെന്ന് വെച്ചാ വേഗം പറഞ്ഞതാ. അങ്ങ് കിഴക്ക് വെന്നിക്കൊടി മലകൾക്കപ്പുറത്തെ കുന്നിൻ ചെരുവിലെ ഗുഹയ്ക്കടുത്തായി കുറച്ച് മുയലുകൾ താമസിക്കുന്നു. ശരി, എന്നാ വേഗം പോവാം. ഓ, എനിക്ക് നാവി വെള്ളം വരുന്നു. അതൊരു ജിറാഫ് അല്ലേ? ശരിയാണ്, അവനാണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി. അവന്റെ നീണ്ട കഴുത്ത് കണ്ടില്ലേ? ജനിക്കുമ്പോൾ തന്നെ അതിന്റെ കുട്ടിയുടെ ഉയരം 6 അടി ഉണ്ടാവുന്നതാണ്. അതിന്റെ നാവിന്റെ നീളം 27 ഇഞ്ചോളം വരും. ഓ, അവന്റെ കഴുത്തിന് എന്താ നീളം! അതെ അതെ, അവർ ഉറക്കം കുറഞ്ഞ ജീവികളിൽ ഒന്നാണ്. ദിവസത്തിൽ അരമണിക്കൂർ മാത്രമേ ഉറങ്ങൂ. കൂടാതെ അവയ്ക്ക് നിന്നുറങ്ങാനുള്ള കഴിവുമുണ്ട്. പിന്നെ അതിൻ്റെ ആയുസ് 20-25 വർഷത്തോളം വരും. കൂടാതെ കൂട്ടം കൂട്ടമായാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതകഥ അറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. മനസ്സിലായോ? ഇനി നമുക്ക്